നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ മാസത്തിലെ പെൻഷൻ എന്നാണ് ലഭിക്കുക, അതുപോലെ തന്നെ മസ്റ്റിംഗ് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായ അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കാത്ത രീതിയിൽ മസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീണ്ടും മസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ കയറാതിരുന്നു കഴിഞ്ഞാലും പിന്നീട് നമ്മൾ മസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. മസ്റ്റിംഗ് ചെയ്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ മസ്റ്റിംഗ് പോകുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മസ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നു. മസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവർ മസ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ടോ എന്നെല്ലാം അറിയാൻ നമ്മോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നോക്കുന്ന സമയത്ത് അവരുടെ തന്ന നമ്പറിൽ, ആധാർ നമ്പറിൽ 2 പെൻഷൻ ലഭിക്കുന്ന ആളായിരുന്നു. അവർക്ക് ഒരു മസ്റ്റിംഗ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ക്ഷേമദീപം ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 600 രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത്. ക്ഷേമദീപം ലഭിക്കുന്ന പെൻഷനുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് 2 പെൻഷൻ ഐ ഡി ഉണ്ടായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2 പെൻഷൻ ഐ ഡി അവർക്കുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ 2 വട്ടം മസ്റ്റിംഗ് പൂർത്തിയാക്കണം. അവർക്ക് 2 പെൻഷൻ ഐ ഡിയിൽ ആദ്യത്തെ പെൻഷൻ ഐ ഡിയിൽ മസ്റ്റിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം അടുത്ത പെൻഷൻ ഐ ഡി എൻ്റർ ചെയ്തതിന് ശേഷം അതിലും മസ്റ്റിംഗ് പൂർത്തിയാക്കണം. അല്ലാത്ത പക്ഷം പിന്നീട് അവർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. നിർബന്ധമായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, മസ്റ്റിംഗ് ചെയ്തതിന് ശേഷം ആ പേപ്പർ ലഭിക്കാതെ പെട്ടെന്ന് തന്നെ പോരുന്ന ആളുകളുണ്ട്. അവർ മസ്റ്റിംഗ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ നിങ്ങൾക്ക് പേപ്പർ ലഭിക്കാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, സിസ്റ്റത്തിൽ എറർ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് സിസ്റ്റം ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. അവർക്ക് പേപ്പർ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പൂർത്തിയാക്കാതെ പോരരുത്. മസ്റ്റിംഗ് പൂർത്തിയാക്കി നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ പേപ്പർ കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ പോന്നാൽ മതിയാകും. അല്ലാത്ത പക്ഷം പിന്നീട് അത് മസ്റ്റിംഗ് പൂർത്തിയായിട്ടില്ലെങ്കിൽ നമുക്ക് പെൻഷൻ മുടങ്ങും. ഇക്കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും. ആ തിരക്ക് കണക്കിലെടുത്ത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോരാൻ വേണ്ടി അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പോരരുത്. മസ്റ്റിംഗ് പൂർത്തിയാക്കി നമ്മൾ ഉറപ്പ് വരുത്തുക. ആ പേപ്പർ നമ്മുടെ കൈവശം വെക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് മസ്റ്റിംഗ് പൂർത്തിയായത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നമ്മുടെ പെൻഷൻ ഐ ഡിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം മസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നീട് പെൻഷൻ മുടങ്ങുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ, 2 പെൻഷൻ ലഭിക്കുന്ന ആൾക്ക് 2 പ്രാവശ്യം മസ്റ്റിംഗ് പൂർത്തിയാക്കുക. പേപ്പർ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റിംഗ് ചെയ്തിട്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത വിഷയം ജൂലൈ പെൻഷൻ എന്ന് ലഭിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഇനി ജൂലൈ മാസത്തിലെ അടക്കം 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ജൂലൈ മാസത്തിൽ ചിലപ്പോൾ ഒരു പെൻഷൻ്റെ കൂടെ ഒരു കുടിശ്ശിക പെൻഷൻ കൂടി ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 20-ാം തീയതിയോ 22-ാം തീയതിയോ ആയിരിക്കും പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിൻ്റൗട്ടുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് മസ്റ്റിംഗ് പൂർത്തിയാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ജനുവരി 1-ന് ശേഷം പെൻഷൻ അപ്രൂവലായ ആളുകൾ മസ്റ്റിംഗ് പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.